ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് പഠിച്ചത്. ആ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ 8 നൃത്തരൂപങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. പിന്നെ 2 അതായത് ഒന്ന് മോഹിനിയാട്ടവും അടുത്തത് കഥകളിയും പഠിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള 6 നൃത്തരൂപങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഓരോരോ സംസ്ഥാനങ്ങൾ തന്നിട്ട് ആ സംസ്ഥാനങ്ങളിൽ പ്രശസ്തമായിട്ടുള്ള നൃത്തരൂപങ്ങൾ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുമാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ. ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ബോർഡിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം, അല്ലെ? അത് നമ്മൾ പഠിച്ചതാണ്. നാഷണൽ ഡാൻസ് ഫോം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭരതനാട്യമാണ്. എവിടെയാണ് അതിന്റെ ഉത്ഭവം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതെവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഭരതനാട്യത്തിന്റെ ഉത്ഭവം. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പ്രതീകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മളത് ഓരോന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, ഭരതനാട്യത്തിന്റെ പ്രത്യേകത. ഭരതനാട്യത്തെ ചലിക്കുന്ന കാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താ വിളിക്കണേ? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരതനാട്യാണ്. അടുത്തത് ദാസിയാട്ടം എന്ന അപരനാമത്തിലും എന്തറിയപ്പെടുന്നു? ഭരതനാട്യം. അപ്പൊ 2 പേരുകളുണ്ട് അല്ലെ. ഒന്ന് ചലിക്കുന്ന കാവ്യം, അടുത്തത് ദാസിയാട്ടം. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭരതനാട്യമാണ്. ഇനി ഭരതനാട്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന കൃതി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം അഭിനയ ദർപ്പണം എന്നാണ്. അപ്പൊ ഭരതനാട്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കൃതിയാണ് അഭിനയ ദർപ്പണം. എന്താണ്? അഭിനയ ദർപ്പണം. ഇനി ഭരതനാട്യത്തിന്റെ പുനരുദ്ധാരത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പ്രശസ്തയായിട്ടുള്ള ലേഡി, ഭരതനാട്യത്തിന്റെ പരിഷ്കർത്താവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രുക്മണി ദേവി അരുണ്ടേൽ. ആരാണ് ഭരതനാട്യത്തിന്റെ പരിഷ്കർത്താവ്? രുക്മണി ദേവി അരുണ്ടേൽ. അവരുടെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ് കലാക്ഷേത്ര. ഏതാണ്? കലാക്ഷേത്ര. അപ്പൊ ഭരതനാട്യത്തിന്റെ പരിഷ്കർത്താവ് രുക്മണി ദേവി അരുണ്ടേൽ, അവരുടെ സ്ഥാപനത്തിന്റെ പേര് കലാക്ഷേത്ര എന്നാണ്. ഇനി അടുത്തൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ, അതായത് നമ്മൾ ഡാൻസ് ഫോംസ് പഠിക്കുമ്പോൾ സ്റ്റേറ്റും ഡാൻസ് ഫോംസും പോലെ തന്നെ ഓരോരോ വ്യക്തികൾ എടുത്ത് ചോദിച്ചിട്ട് അവർ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ നൃത്തരൂപവും പഠിക്കുമ്പോൾ ആ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വ്യക്തികളെ കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള നർത്തകരാണ് യാമിനി കൃഷ്ണമൂർത്തി, മല്ലിക സാരാഭായ്, മൃണാളിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, അടയാർ ലക്ഷ്മൺ, സ്വപ്ന സുന്ദരി. ഒരാളെ നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു, രുക്മണി ദേവി അരുണ്ടേൽ. അടുത്തത് യാമിനി കൃഷ്ണമൂർത്തി, മല്ലിക സാരാഭായ്, മൃണാളിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, അടയാർ ലക്ഷ്മൺ, സ്വപ്ന സുന്ദരി തുടങ്ങിയവരാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയോ അതുപോലെ തന്നെ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുകയോ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ, ഒഡീസി. എവിടെയാണ് ഒഡീസി? ഒഡീഷയിലാണെന്ന് നമുക്കറിയാം. നോക്കൂ, ഇതിനെ വിളിക്കുന്നത് ചലിക്കുന്ന ശില്പം. അപ്പൊ ചലിക്കണ കാവ്യം ഏതാ? ഭരതനാട്യമാണ്. അപ്പൊ ചലിക്കണ ശില്പമാണ് ഒഡീസി. അപ്പൊ ഒഡീഷയിലെ നൃത്തരൂപമായ ഒഡീസി ചലിക്കുന്ന ശില്പം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ജയദേവന്റെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തരൂപമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? അടിസ്ഥാന കൃതി അഭിനയ ദർപ്പണം. അപ്പൊ അതുപോലെ തന്നെ ജയദേവന്റെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃതിയാണ് ഒഡീസി. നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭൂമിയെ വന്ദിച്ച് അല്ലെങ്കിൽ ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന കലാരൂപമാണ് ഒഡീസി. ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന കലാരൂപം. ജയദേവന്റെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കലാരൂപം, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന കലാരൂപം, ഒഡീഷയിൽ രൂപം കൊണ്ട കലാരൂപം ഏതാണ്? ഒഡീസി. നെക്സ്റ്റ് വൺ, ഒഡീസി നർത്തകർ. പ്രശസ്തരായിട്ടുള്ള ഒഡീസി നർത്തകർ കേളു ചരൺ മഹാപാത്ര, സോണാൽ മാൻസിംഗ്, ഇന്ദ്രാണി റഹ്മാൻ, പ്രിയംവദ മൊഹന്തി. ആരൊക്കെ? കേളു ചരൺ മഹാപാത്ര, സോണാൽ മാൻസിംഗ്, ഇന്ദ്രാണി റഹ്മാൻ, പ്രിയംവദ മൊഹന്തി തുടങ്ങിയവരാണ്. നെക്സ്റ്റ് വൺ, മണിപ്പൂരി. മണിപ്പൂരി ആ പേരിൽ തന്നെ നമുക്ക് ഉത്തരമുണ്ട്. മണിപ്പൂരിലാണ് അത് ഉടലെടുത്തത്, അല്ലെ? ഇതിവൃത്തം എന്താണ്? മണിപ്പൂരി നൃത്തത്തിന്റെ ഇതിവൃത്തം രാസലീലയാണ്. അതായത് രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ പ്രതിപാദ്യ വിഷയം, അല്ലെങ്കിൽ ഇതിവൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മണിപ്പൂരിയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇതിവൃത്തം രാസലീല എന്ന് പഠിക്കുക. മണിപ്പൂരാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി പ്രശസ്തരായിട്ടുള്ള നർത്തകർ ഓർക്കുക: നിർമ്മല മേത്ത,
ജാവേരി സിസ്റ്റേഴ്സ്, താങ്ബി ദേവി, ഹേബാം റൂംസി. ആരൊക്കെയാ? നിർമ്മല മേത്ത, ജാവേരി സിസ്റ്റേഴ്സ്, താങ്ബി ദേവി, ഹേബാം റൂംസി. ഒന്നും കൂടെ ഞാൻ പറയാം. മണിപ്പൂരി, നിർമ്മല മേത്ത, ജാവേരി സിസ്റ്റേഴ്സ്, താങ്ബി ദേവി, ഹേബാം റൂംസി. വളരെ പ്രധാനമാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞോളും. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ, അടുത്ത കലാരൂപം. ഓക്കെ, നമുക്കിനി അടുത്ത നൃത്തരൂപങ്ങൾ നോക്കിയാലോ. കുച്ചിപ്പുടി നോക്കൂ. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കലാരൂപമാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? അതായത് ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ നൃത്തരൂപം ഏതാണ്? ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നൃത്തരൂപം ഏത്? അപ്പൊ അതാണ് കുചേലപുരം ഗ്രാമം. അതായത് കുചേലപുരം ഗ്രാമം പിന്നീട് ഇപ്പൊ അതറിയപ്പെടുന്നത് കുച്ചിപ്പുടി ഗ്രാമം എന്നാണ്. അപ്പൊ കുച്ചിപ്പുടി വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് തന്നെ എവിടെയുണ്ട്? ആന്ധ്രാപ്രദേശിലുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഏത്? കുച്ചിപ്പുടി. ഏതാണ് സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശാണ്. വെമ്പട്ടി ചിന്ന സത്യം, ലക്ഷ്മി നാരായണ ശാസ്ത്രി, ചിന്ത കൃഷ്ണമൂർത്തി, ജോസ്ഫില സീതാരാമയ്യ, മഞ്ജു ഭാർഗവി തുടങ്ങിയവരാണ് ഈ നൃത്തരൂപത്തിന്റെ കുച്ചിപ്പുടി നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ. ആരൊക്കെയാണ് പ്രശസ്തരായിട്ടുള്ള നർത്തകർ അല്ലെങ്കിൽ ഈ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാര്? വെമ്പട്ടി ചിന്ന സത്യം, ലക്ഷ്മി നാരായണ ശാസ്ത്രി, ചിന്ത കൃഷ്ണമൂർത്തി, ജോസ്ഫില സീതാരാമയ്യ, മഞ്ജു ഭാർഗവി. നെക്സ്റ്റ് വൺ കഥക്. കഥക് എവിടെയുള്ളതാണ്? ഉത്തർപ്രദേശിലെ കലാരൂപമാണ് കഥക്. പ്രത്യേകത ശ്രീകൃഷ്ണന്റെ കഥകളാണ് കഥക് എന്ന് പറയുന്ന നൃത്തരൂപത്തിന്റെ ഇതിവൃത്തം. അപ്പൊ ഇതിവൃത്തം ശ്രീകൃഷ്ണ കഥകളാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഹിന്ദുക്കളുടെ സംസ്കാരവും മുസ്ലിം സംസ്കാരവും രണ്ടും കൂടിക്കലർന്നൊരു കലാരൂപമാണ് കഥക്. ഇനി കൂടാതെ മുഗൾ രാജവംശം, നമ്മൾ മെഡീവൽ ഇന്ത്യ പഠിക്കും, മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കലാരൂപം, അവരുടെ രാജസദസ്സിൽ ഉണ്ടായിരുന്ന ഒരു കലാരൂപം കൂടിയാണ് ഇത് കഥക് കേട്ടോ. അപ്പൊ കഥക് ഉത്തർപ്രദേശിലാണ്. ഇതിവൃത്തം ശ്രീകൃഷ്ണ കഥകളാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപമാണ്. മുഗൾ രാജവംശ കാലത്ത് നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന കലാരൂപം കൂടി ആണ്. ഇതിലെ പ്രശസ്തരായിട്ടുള്ള നർത്തകർ ഉമാ ശർമ്മ, ഭാരതി ഗുപ്ത, ബിർജു മഹാരാജ്, വിഷ്ണു ശിരോദ്കർ. ആരൊക്കെ? ഉമാ ശർമ്മ. ആരാണ്? ഉമാ ശർമ്മ. നെക്സ്റ്റ് വൺ ഭാരതി ഗുപ്ത. ആരാ? ഭാരതി ഗുപ്ത. ബിർജു മഹാരാജ്. എന്താണ്? ബിർജു മഹാരാജ്. ലാസ്റ്റ് വൺ വിഷ്ണു ശിരോദ്കർ. ലാസ്റ്റ് വൺ ഒന്നും പറയാനില്ല കേട്ടോ, ഇതിനേക്കാൾ കുറെ അധികം നർത്തകരുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ടവരെയാണ് പറയുന്നത്. കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. ബിർജു മഹാരാജ് ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? അപ്പൊ ബിർജു മഹാരാജ് ഏത് നൃത്തരൂപമാണ്? കഥകാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, സാത്രിയ. സാത്രിയ എവിടുത്തെ നൃത്തരൂപമാണ്? ആസാമിലെ നൃത്തരൂപമാണ് ഇത് സാത്രിയ. സാത്രിയയുടെ പ്രത്യേകത അത് രൂപം കൊണ്ടത് അല്ലെങ്കിൽ രൂപം കൊള്ളാൻ സഹായിച്ച വ്യക്തി ശങ്കർദേവ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ശങ്കർദേവ്. ഇനി അടുത്തത് ഇദ്ദേഹം ഒരു വൈഷ്ണവ സന്യാസിയാണ്. അപ്പൊ വൈഷ്ണവ സന്യാസിയായ ശങ്കർദേവാണ് സാത്രിയ എന്ന് പറയുന്ന നൃത്തരൂപത്തിനെ ഈ നിലയിലെത്തിക്കാൻ അല്ലെങ്കിൽ അത് രൂപം കൊള്ളാൻ കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അത്രയാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നൽകിയുള്ളൂ. ഇനി നമുക്ക് എന്താണ് അതിലത്തെ കലാകാരന്മാരെയാണ് ഓർക്കേണ്ടത്. മീനാക്ഷി മേധി. ഏതാണ്? മീനാക്ഷി മേധി. രാമകൃഷ്ണ താലൂക്ദാർ. ആരാണ്? രാമകൃഷ്ണ താലൂക്ദാർ. നെക്സ്റ്റ് വൺ കൃഷ്ണാക്ഷി കാശ്യപ്. ആരാണ്? കൃഷ്ണാക്ഷി കാശ്യപ്. ആരൊക്കെ? മീനാക്ഷി മേധി, രാമകൃഷ്ണ താലൂക്ദാർ, കൃഷ്ണാക്ഷി കാശ്യപ്. പേരുകളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എനിക്കറിയാം. കുറേയധികം കാര്യങ്ങൾ നമ്മൾ കോഡിലൂടെ പഠിച്ചാൽ കോഡിന് വേണ്ടിയിട്ട് നമ്മൾ സമയം നീക്കി വെക്കേണ്ടി വരും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. കോഡ് രൂപത്തിൽ പഠിക്കേണ്ടത് അങ്ങനെയും പഠിക്കുക. അപ്പോൾ പഠിക്കണം, കാരണം ആവശ്യക്കാരെ നമ്മളാണ്. ഒരു മാർക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഏതെങ്കിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ഇടയ്ക്കൊന്ന് എഴുതി നോക്കുകയൊക്കെ നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത്
എന്താന്ന് നോക്കണ്ടേ, ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും പ്രസിദ്ധമായിട്ടുള്ള ചില കലാരൂപങ്ങളുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി നോക്കാം. അല്ലെ ഇന്ത്യയിലെ ഈ ഓരോ ചാക്രി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്, അല്ലെങ്കിൽ കോലാട്ടം എവിടത്തെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ സംസ്ഥാനങ്ങളും നൃത്തരൂപങ്ങളുമാണ് പഠിക്കണേ കേട്ടോ. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ നൃത്തരൂപങ്ങളും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വാരി വലിച്ചു പഠിക്കല്ലോ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് എന്താ പറയുക, ഇതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ശ്രദ്ധിക്കൂ. കേരളത്തിലെ ഏതൊക്കെയാന്ന് നമുക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ്. മോഹിനിയാട്ടുണ്ട്, കഥകളി ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടംതുള്ളലുണ്ട്, തിരുവാതിരക്കളി ഉണ്ട്. ഇതൊക്കെ കേരളത്തിന്റെ തനത് നൃത്തരൂപങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ തമിഴ്നാട്ടില് ഭരതനാട്യം നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപ എന്ന് പറഞ്ഞിട്ട്. ഇനി തെരുക്കൂത്ത്, കോലാട്ടം, കരകാട്ടം. തമിഴ്നാട്ടില് തെരുക്കൂത്ത് നമ്മൾ പഠിക്കാത്തത്, തെരുക്കൂത്ത്, കോലാട്ടം, കരകാട്ടം. ഇനി അടുത്ത് നോക്കി, കർണാടക യക്ഷഗാനം വളരെ പ്രധാനം. കർണാടകത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്നും ചോദിക്കാറുണ്ട്. ഏതാണ്? കാസർഗോഡ് ജില്ല. അപ്പൊ കർണാടകത്തിൽ യക്ഷഗാനം, ദൊല്ലഗുനിത, പട്ടഗുനിത. ഏതൊക്കെയാണ്? ദൊല്ലഗുനിത, പട്ടഗുനിത, യക്ഷഗാനം. അടുത്തത് മഹാരാഷ്ട്ര തമാശ, വളരെ പ്രധാനം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം തമാശ എവിടത്തെയാണ്? മഹാരാഷ്ട്ര. കൂടാതെ ലാവ്നി, ലസിം, ദാഹിക്കാല. മഹാരാഷ്ട്ര തമാശ, ലാവ്നി, ലസിം, ദാഹിക്കാല. ഗുജറാത്ത് അടുത്ത റിപ്പീറ്റേഷൻ, ഗുജറാത്ത് ഗർഭ. ഗർഭ എവിടത്തെയാ? ഗുജറാത്ത്. രാസലീല, ദാണ്ടിയ റാസ്, ബാവൈ, തിപ്തി ഇവയും ഗുജറാത്തിലെയാണ്. ഗുജറാത്ത് ഗർഭ, രാസലീല, ദാണ്ടിയ റാസ്, ബാവൈ, തിപ്തി. നെക്സ്റ്റ് വൺ ആസാം. സാത്രിയെ നമ്മൾ ഓൾറെഡി അസമിലെ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ബിഹു. ഏതാണ്? ബിഹു ആസാം. കൂടാതെ അനഗിയ നാട്, ബിഹു അനഗിയ നാട്. ഒന്നും കൂടെ പഠിക്കുക. കേരളം മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, തിരുവാതിര അതൊക്കെ കേരളത്തിലെയാണ്. തമിഴ്നാട് ഭരതനാട്യം, തെരുക്കൂത്ത്, കോലാട്ടം, കരകാട്ടം. അടുത്ത കർണാടക യക്ഷഗാനം, ദൊല്ലഗുനിത, പട്ടഗുനിത. അടുത്തത് മഹാരാഷ്ട്ര തമാശ, ലാവനി, ലസിം, ദാഹിക്കാല. നെക്സ്റ്റ് വൺ ഗുജറാത്ത് ഗർഭ, രാസലീല, ദാണ്ടിയ റാസ്, ഭാവൈ, തിപ്തി. അടുത്ത ആസാം ബിഹു, അനഗിയ നാട്, സാത്രിയ. സാത്രിയ നമുക്ക് അറിയുന്നതാണ്. നെക്സ്റ്റ് ഗോവ ദേഗ്നി. ഗോവ ദേഗ്നി. ദേഗ്നി എവിടെത്തിയ? ഗോവ. മണിപ്പൂരിൽ മണിപ്പൂരി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാരസ, ലായി ഹരേബ. മഹാരസ, ലായി ഹരേബ. ഗോവ ദേഗ്നി, മണിപ്പൂർ മഹാരസ, ലായി ഹരേബ. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, കൊട്ടം. കുച്ചിപ്പുടി നമുക്കറിയാലോ, ആന്ധ്രാപ്രദേശ് കൊട്ടം. പഞ്ചാബ് വളരെ പ്രധാനമാണ്, ബംഗ്ര. പഞ്ചാബ് ബംഗ്ര ഗിഡ. പഞ്ചാബ് ബംഗ്ര ഗിഡ. നെക്സ്റ്റ് വൺ ജമ്മു കാശ്മീർ ചോദിച്ചിട്ടുണ്ട്. ചാക്രി, ഹിക്കാദ്, റൌഫ്. ജമ്മു കാശ്മീർ ചാക്രി, ഹിക്കാദ്, റൌഫ്. നെക്സ്റ്റ് വൺ രാജസ്ഥാൻ ചവർഗിനാട്. എന്താണ്? ചവർഗിനാട്, കായങ്ക. രാജസ്ഥാൻ ചവർഗിനാട്, കായങ്ക. ഉത്തർപ്രദേശ് ചപ്പേലി, നൗതങ്കി. ഉത്തർപ്രദേശിലെ കലാരൂപങ്ങൾ ചപ്പേലി, നൗതങ്കി. മധ്യപ്രദേശ് മാച്ച. മധ്യപ്രദേശിലെ മാച്ച. ഹരിയാന സ്വാങ്. ഹരിയാന സ്വാങ്. ബീഹാർ ബിതാസിയ, ജദാജതി. ബീഹാർ ബിതാസിയ, ജദാജതി. നെക്സ്റ്റ് വൺ അരുണാചൽ പ്രദേശ് വൈക്കിംഗ്. പ്രധാനമാണ്, ചോദിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് വൈക്കിംഗ്. വൈക്കിംഗ് അരുണാചൽ പ്രദേശ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നൃത്തരൂപം. അപ്പൊ 2 ക്ലാസ്സുകളിലായിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് 8 എണ്ണവും പ്ലസ് ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കും കൂടെ എൻ്റെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.